വീടിൻ്റെ പടിവട്ടത്ത് തന്നെയാണ് പാടമുള്ളത്. അപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പി എന്ത് ചെയ്തെന്നറിയോ, വേഗം ഓടി പാടത്തേക്കാണ് പോണത്. ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ കളിക്കാൻ മുറ്റത്തേക്ക് ഇറക്കിയത്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. നടക്കാൻ പഠിച്ചപ്പോൾ ആൾക്ക് ഭയങ്കര ഓട്ടാണ്. പിന്നെ മഴ പെയ്തിട്ട് മുറ്റം അങ്ങനെ ഉണങ്ങിയിട്ടില്ല. പാടായതുകൊണ്ട് നല്ല നനവായിട്ട് തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. അപ്പോൾ മോനേറ്റ് വഴുക്കി വീഴുമോയെന്ന് പേടിച്ചിട്ടാണ് ഞാൻ പുറകെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിലും പുറകെ തന്നെ പോകണം, കാരണം വേഗം ഓടുക പാടത്തേക്കാണ്. അപ്പോൾ ഞാൻ എന്തായാലും പുറകെ നടന്നേ പറ്റുള്ളൂ. മോൻ നല്ല കുഞ്ഞായിരിക്കുമ്പോൾ എനിക്ക് ഒറ്റ കയ്യിൽ ഇങ്ങനെ കെടുത്തിട്ട് ഞാനിങ്ങനെ എടുത്തുകൊണ്ട് നടക്കും. പക്ഷെ കുറച്ചും കൂടി വലുതായി നോക്കുമ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഒതുങ്ങാതായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, മോനെ എത്രയും പെട്ടെന്ന് വേഗം ഒന്ന് വലുതായി വേഗം നടക്കാനായിരുന്നെങ്കിലോ എന്ന് ഞാൻ അങ്ങനെ അത്രയും വേഗം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നടക്കാനായി നോക്കുമ്പോൾ എനിക്ക് അത്രയും നോക്കാൻ പറ്റണില്ല. കാരണം അവന് ഓടുക, നല്ല ഓടും. അങ്ങോട്ട് ഓടുക ഇങ്ങോട്ട് ഓടുക. ഞാൻ ഓടി ഓടിയിട്ട് ക്ഷീണിച്ച് അങ്ങനെ ആവുകയാണ്. ഞാൻ ചെരുപ്പിടാതെയാണല്ലോ മുറ്റത്ത് നടക്കണമെന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ. കാരണം എനിക്ക് ചെരുപ്പിടാൻ പറ്റില്ല. അച്ഛൻ എനിക്ക് ചെരുപ്പ് വാങ്ങിച്ചു തന്നിരുന്നു. വാങ്ങിച്ചു തരുമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെരുപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അടുത്ത് അങ്ങനെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ചെരുപ്പ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിട്ടിട്ട് എനിക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല. കാരണം ഇട്ട് നടക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീണുകൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നെ അന്ന് മുതൽ ഞാൻ അത് ഉപേക്ഷിച്ചു. എനിക്ക് ഇങ്ങനെ നടക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത്. കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ അരുണേട്ടൻ കുറേ സോക്സുകൾ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. നീ വീട്ടിലും സോക്സ് ഇട്ടോളാണ്ട് പുറത്തേക്ക് പോകുമ്പോഴും സോക്സ് ഇട്ടോളാണ്ട് കാലിൻ്റെ മേലെ എന്തെങ്കിലും കല്ലെന്തെങ്കിലും കുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സോക്സ് വാങ്ങിച്ച് തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വീട്ടിൽ ഇരിക്കുന്ന സമയത്തൊന്നും ഞാൻ സോക്സ് ഇട്ടില്ല. പക്ഷെ എവിടേക്കെങ്കിലും പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ഞാൻ സോക്സ് ഇട്ടിട്ട് തന്നെയാണ് പോവാറുണ്ടായിരുന്നത്. മോൻ്റെ കൂടെ ഓടി ഓടി എനിക്ക് വയ്യാതായി. ഞാൻ അമ്മോട് പറഞ്ഞു, ഇനി കുറച്ച് നേരമെങ്കിലും മോൻ്റെ കൂടെ ഓടിയെന്ന്, എനിക്ക് വയ്യാതായി എന്ന്. അമ്മയ്ക്കാണെങ്കിലോ കടുത്ത കൈത്തരിപ്പ്, കൈക്കടച്ചൽ. അങ്ങനെ ഡോക്ടറെ കണ്ടു വന്നിട്ട് ഗുളിക കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുകയായിരുന്നു അമ്മ. ഇനി അമ്മ നോക്കിക്കോളും, ഞാൻ പോയിട്ട് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.